ഇവിടെ ഇവിടെ ഇപ്പോഴുള്ളത് CCTV ദൃശ്യങ്ങളാണ്. അത് ശക്തമായ തെളിവാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൽ മറ്റ് ദൃക്സാക്ഷികളില്ല. മനസ്സിലാക്കിയെടുത്തോളം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ പറഞ്ഞ മുങ്ങിമരണമാണ് എന്നുള്ളതേ ഉള്ളൂ. ഇവൻ പറഞ്ഞ മൊഴിയാണ് പിന്നീടുള്ള ഒരു കാതലായ തെളിവ്. ഇവൻ ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹനല്ല എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അവന് ജാമ്യം കിട്ടി പുറത്തു വരാൻ ഒരു തരത്തിലും അവൻ യോഗ്യനല്ല എന്ന കാര്യത്തിലും തർക്കമില്ലല്ലോ. ശ്രീ ഹസ്കർ ഈ പറയുന്ന ദൃക്സാക്ഷി ഇല്ലായ്മയിൽ പഴുതുണ്ടാക്കി ആളൂരൊക്കെ വന്ന് ഇവനെ ഊരിയെടുത്തുകൊണ്ട് പോകുന്നു ഭയക്കേണ്ടതുണ്ടോ? ഇല്ല അശ്മി, ഇതിൽ ഈ നിലവിലുള്ള സാഹചര്യ തെളിവുകൾ തന്നെ ജോജോയെ ശിക്ഷിക്കാൻ പര്യാപ്തമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വളരെ കൃത്യമായി അതിനാവശ്യമായിട്ടുള്ള സാഹചര്യ തെളിവുകൾ ഇക്കാര്യത്തിലുണ്ട്. ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുന്ന CCTV ദൃശ്യങ്ങളുടെ മാത്രമല്ലല്ലോ ഉള്ളത്, ബാക്കി സാക്ഷിമൊഴികൾ കൂടിയൊക്കെ വരുമ്പോൾ ഈ സാഹചര്യങ്ങൾ മതി. ഈ സാഹചര്യങ്ങൾ നിശ്ചയമായും വളരെ കൃത്യമായ ഒരു മാല പോലെ കോർത്തിണക്കി കോടതി മുമ്പാകെ സമർപ്പിക്കുകയും സമയബന്ധിതമായി ഇത് അന്വേഷണം പൂർത്തീകരിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് കേരള പോലീസിന് മുന്നിലുള്ളത്. അത് അന്വേഷണം പൂർത്തീകരിച്ചൊരു കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായും അത് ശിക്ഷയിലേക്ക് എത്തും. മാത്രമല്ല, ഇന്ന് ഹാഷ്മി ഒരുപക്ഷെ ഒരു പ്രായോഗിക തലത്തിലുള്ള ഒരു കാര്യമല്ലെങ്കിൽ പോലും ഇന്ന് ഞങ്ങൾ അഭിഭാഷകരുമായി ചർച്ച ചെയ്ത സമയത്ത് വന്നിട്ടുള്ള ഒരു വലിയ ചിന്തോതീതമായിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇപ്പോൾ എന്നെയോ ഹാഷ്മിയോ ഒക്കെ ആരെങ്കിലും തല്ലുകയോ കൊല്ലുവാൻ ശ്രമിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായി ചികിത്സ തേടണം, നമ്മൾ സ്വന്തമായി മരുന്ന് വാങ്ങണം, മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ സ്വന്തമായി നോക്കണം. മറിച്ച് ഒരു കേസിൽ പ്രതിയായി ജയിലിനുള്ളിലേക്ക് പോയാൽ അവന് ജീവിതകാലം ആകമാനം സുഖകരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. മികച്ച ഭക്ഷണം കിട്ടും, അതുപോലെ തന്നെ മികച്ച വസ്ത്രം കിട്ടും, തൊഴിൽ ലഭിക്കും ശിക്ഷിച്ചു കഴിഞ്ഞാൽ. സമയാസമയങ്ങളായി ആശുപത്രിയിൽ പോകുവാനും എവിടെ പോകണമെങ്കിലും അതിനാവശ്യമായിട്ടുള്ള എസ്കോർട്ടിന് പോലീസുകാരെയും ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്കുള്ളത്. ഒരുപക്ഷെ ക്രിമിനൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഗോവിന്ദചാമി ജയിലിലേക്ക് പോകുന്നതും ഇപ്പോഴുള്ള ദൃശ്യങ്ങളൊന്നും കമ്പരുന്ന മനസ്സിലാവും. ഇത്തരം പ്രതികൾക്ക് ജാമ്യം അതെ നിശ്ചയമായി അപ്പൊ വളരെ സുഭിക്ഷമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ജയിലിൽ. ഇതൊരു മനുഷ്യാവകാശ പ്രശ്നവും. കാര്യം ഈ ജയിലിൽ കിടക്കുന്ന തടവ് പുള്ളികളുടെ ഭക്ഷണത്തിൽ ഒരു തരി അഴുക്ക് വീണാൽ ഉടൻ തന്നെ അതൊരു വലിയ മനുഷ്യാവകാശ പ്രശ്നമായി സമൂഹം ഏറ്റെടുക്കും. നമ്മളൊക്കെ തന്നെ ഇത് ചർച്ച ചെയ്യുകയും ചെയ്യും, ഒരു സംശയമില്ല. ആ ജയിലിൽ തടവ് പുള്ളികൾക്ക് കൃത്യമായി ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന അർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യും. പക്ഷേ മറിച്ച് ഇവർ ജാമ്യം കിട്ടി പുറത്തു പോകും. പലപ്പോഴും ക്രൈമിൽ പെടുകയും ആ ക്രൈമിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തു പോകുമ്പോൾ അവനെ സംരക്ഷിച്ചതിന്റെ ചെലവ് കൂടി അവനിൽ നിന്ന് ഈടാക്കുന്ന തരത്തിലേക്ക് നമ്മുടെ നിയമ സംവിധാനം, ക്രിമിനൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അടിയന്തരമായി മാറണം. എന്നാൽ മാത്രമേ ഒരു ഡിറ്ററന്റ്. നമുക്കറിയാം, നേരത്തെ നമുക്കൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി PDPP കേസുകൾ വന്നിട്ടുണ്ട്, പബ്ലിക് പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട്. സ്വാഭാവികമായിട്ട് ഇപ്പോ അത് ഉണ്ടാവാറില്ല. എന്തുകൊണ്ടെന്നറിയാമോ? വളരെ കൃത്യമായി എത്ര രൂപയാണ് പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ടോ ആ പൊതുമുതലിന്റെ തുക കൂടി കെട്ടിവെച്ചാൽ മാത്രമേ ജാമ്യം കൊടുക്കുള്ളൂ എന്ന വ്യവസായവും നിയമനിർമ്മാണവും വന്നതോടുകൂടി ഇപ്പോ അങ്ങനെ പൊതുമുതൽ നശിപ്പിക്കുന്ന പ്രവണത വലിയ തോതിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളും സമരരംഗത്തും കുറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ മാറ്റമാണ്. അതുപോലെ ഈ കുറ്റാരോപിതരായിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ച് ഒരുപക്ഷെ നിരപരാധികളെ പലപ്പോഴും കുറ്റാരോപിതരായി ജയിലിനുള്ളിലേക്ക് വരാറുണ്ട്. വളരെ ഒരു നല്ല ശതമാനം ആളുകൾ അങ്ങനെ വരാറുണ്ട്. അവരെ വെറുതെ വിടുന്ന ഘട്ടത്തിൽ സർക്കാരിലേക്ക് അടച്ചിട്ടുള്ള തുക കൂടി തിരിച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സിസ്റ്റം ഒന്ന് മാറ്റി എഴുതിയാൽ ഒരുപക്ഷെ നിലവിൽ ഈ പറയുന്ന കുറ്റകൃത്യത്തിന്റെ എണ്ണം കുറയ്ക്കാൻ കഴിയും എന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉറപ്പായും അടിയന്തരമായി അത് ആ പരിഷ്കരണം ആലോചിക്കുന്നതിനൊപ്പം തന്നെ ഇപ്പൊ നമുക്കറിയാമല്ലോ ഇതെങ്ങനെ കിടക്കും. ഇതെങ്ങനെ കാലാകാലങ്ങളിൽ അപ്പീലിന് മുകളിൽ അപ്പീല്, ഹൈക്കോടതി, സുപ്രീം കോടതി, രാഷ്ട്രപതി ഇപ്പൊ തൂക്കുകയാണെങ്കിൽ രാഷ്ട്രപതി അങ്ങനെ കിടക്കും. ഇപ്പൊ കാലാകാലങ്ങളിൽ എത്രയോ നാളിങ്ങനെ അങ്ങനെ കിടക്കും. അപ്പോൾ ഈ പറഞ്ഞ കാലതാമസത്തെ കുറിച്ച് കൂടി കോടതികൾ നമ്മുടെ ഈ ലെവലിലുള്ള ചർച്ച അതൊന്നും മതിയാവില്ല.